കണ്ടോ, ഈ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനും ഇതുപോലെയൊക്കെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുവാനും ഇതിനൊക്കെ സമയം കണ്ടെത്തുവാനും പറ്റുന്നതെന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പം ഇതുപോലെ മറ്റു പലർക്കും താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് വന്ന് ഇതൊക്കെ ചെയ്യാവുന്നതാണല്ലേ. നമസ്കാരം, അലക്സഞ്ജന വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ മനോഹരമായി മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്ന രമ്യശ്രീയാണ് എൻ്റെ കൂടെ ഉള്ളത്. TCSലാണ് വർക്ക് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഹസ്ബൻഡും സോഫ്റ്റ്വെയർ ഫീൽഡല്ലേ? രമ്യ താമസിക്കുന്നത് കരമന തളിയിലാണ്. പിന്നെ ഈ മ്യൂറൽ പെയിൻറ്റിങ് പഠിച്ചത് യൂട്യൂബിൽ നിന്നല്ലേ പറഞ്ഞത്? അതെങ്ങനെയാണ്, എത്ര നാൾ മുമ്പ് പഠിച്ചു തുടങ്ങി? അത് ശരിക്കും ലോക്ക്ഡൗൺ സമയത്താണ്. ശരിക്കും പറയുകയാണെങ്കിൽ ലോക്ക്ഡൗൺ സമയത്താണ്. ലോക്ക്ഡൗൺ ഞാൻ വർക്ക് ചെയ്യാണ്, TCSൽ വർക്ക് ചെയ്യാണ്. അപ്പം TCSൽ വർക്കിങ്ങും പിന്നെ അല്ലാതെ പാഷനൊക്കെ പെർസ്യൂ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. കാരണം മെയിൻലി ട്രാവൽ ടൈം കൂടുതലാണ് ഇവിടുന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേലും കുറച്ചൊരു സമയക്കുറവുണ്ടായിരുന്നു. അപ്പോൾ ലോക്ക്ഡൗൺ ആയപ്പം നമുക്ക് സമയം കുറച്ച് കൂടുതൽ കിട്ടി, ട്രാവൽ ടൈം കുറഞ്ഞുകൊണ്ട്. അങ്ങനെ കുറച്ച് പാഷൻസിലോട്ടൊക്കെ കുറച്ച് കൂടുതൽ ഇൻവോൾവ് ആയി. ഇപ്പം പാട്ടും ചെറിയ രീതിയിൽ പാടും. പിന്നെ അങ്ങനെ മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. കുറച്ച് നാളായിട്ട് തുടങ്ങിയ ആഗ്രഹമാണ്. പക്ഷേ അത് അവസരം കിട്ടിയത് കറക്റ്റ് ലോക്ക്ഡൗൺ ടൈമാണ്. ആ സമയത്ത് യൂട്യൂബിൽ നിന്നാണ് മെയിനായിട്ട്. യൂട്യൂബിൽ ഇങ്ങനെ പല പല ചെറിയ ചെറിയ വീഡിയോകളുണ്ടാവും. അപ്പോൾ അതിൽ നോക്കി അതിൻ്റെ ഒരു ബേസിക് ടെക്നിക്ക് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും ഞാൻ അങ്ങനെ ഓതൻറ്റിക്കായിട്ട് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിൽ വരച്ച് തുടങ്ങിയതാണ്. ഞാൻ കണ്ടപ്പോൾ പക്ഷേ പുതിയൊരാൾ അല്ലെ, പുതുതായിട്ട് പഠിച്ച് ചെയ്യുന്നതായിട്ടല്ല എനിക്ക് തോന്നിയത്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് വരയ്ക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പം വരച്ച് ഒരുപാട് സുഹൃത്തുക്കൾക്കോ അല്ലാത്തവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം വാങ്ങിക്കണം താല്പര്യമുള്ളവർ രമ്യയെ കോൺടാക്ട് ചെയ്താൽ രമ്യ വരച്ച് കൊടുക്കുന്നതാണല്ലേ. പിന്നെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചല്ലേ ഇതിന് പേയ്മെൻറ്റും ഒക്കെ? അതെ, അത് നമ്മൾ കോംപ്ലക്സിറ്റി ഓഫ് ദ പെയിൻറ്റിങ്, അത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം ഇപ്പം ഒരേ സ്ക്വയർ ഫീറ്റ്, അതായത് ഒരേ ഒരു സൈസിൽ തന്നെ കോംപ്ലക്സിറ്റി കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് അപ്പം നമുക്കൊരു ഇന്റേണൽ ഒരു റേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതാണുള്ളത്. പിന്നെ സ്ക്വയർ ഫീറ്റിന് എങ്ങനെയാണ് അതിൻ്റെ ചാർജും ഒക്കെ പോകുന്നത്? അത് റേഞ്ചിങ് ഫ്രം 1500 to 2300 വരെ ഉണ്ട് റേഞ്ചിങ്. അത് നമ്മുടെ കോംപ്ലക്സിറ്റി അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. മ്യൂറൽ പെയിൻറ്റിങ്സ് കേരളത്തിൽ വളരെ പോപ്പുലർ ആണല്ലോ. അപ്പം ഇതിൽ കൂടുതലായിട്ടും ഏത് ദേവിയെ അല്ലെങ്കിൽ ദേവനെ വരയ്ക്കാനാണ് താല്പര്യം? അങ്ങനെ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യമാണ്. എനിക്ക് ഇപ്പം ഏത് വരച്ചാലും നമ്മളത് ഇപ്പം നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അത്രയും ഒരു വി ആർ ഫോളിങ് ഇൻ ലവ് വിത്ത് ദാറ്റ് പെയിൻറ്റിങ്, ആ ഒരു സംഭവമാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ നോക്കുമ്പോൾ ഒരു ഇഷ്ടം വരണം. അപ്പോൾ അങ്ങനെ എനിക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷേ കൂടുതൽ ആൾക്കാർ നന്നായി അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ് ബാക്കിയുള്ളതിൽ നിന്നും നന്നായി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ത്രിപുരസുന്ദരിയുടെ ഒരു പെയിൻറ്റിങ് വരച്ചിരുന്നു. അതും ഒരു അപ്രിസിയേഷൻ കിട്ടിയായിരുന്നു. അല്ലാതെ കൊടുത്തോ? അത് കൊടുത്തു. ഒരു ഓർഡർ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് റീ ഓർഡർ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ, അത് ഒന്ന്. പിന്നെ ആനന്ദശയനം അത് വരച്ചിട്ടുണ്ടായിരുന്നു. അതും നല്ല രീതിയിലൊരു അഭിപ്രായം കിട്ടിയ ഒരു പെയിൻറ്റിംഗ് ആണ്. അതെ. അപ്പം കൂടുതലായിട്ട് പെയിൻറ്റിങ്സ് കാണണമെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ ഇതൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടോ? അതെ, ഞാനൊരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. വർത്തിക ക്രിയേഷൻസ് എന്നാണ് ആ ബ്രാൻഡിൻ്റെ പേര്. അതിൽ നമ്മൾ മ്യൂറൽ പെയിൻറ്റിങ് മാത്രമല്ല, ഹോം ഡെക്കർ ഐറ്റംസ്, ഇപ്പം ഡ്രീം ക്യാച്ചേഴ്സ്, പിന്നെ ക്രോഷേ ബാഗ്സ്, മെക്രമേ ബാഗ്സ്, അങ്ങനെ ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ അറിയപ്പെടുന്നത് മ്യൂറൽ പെയിൻറ്റിങ് എന്നുള്ള രീതിയിലാണ്. നമ്മൾ ഫേസ്ബുക്കിലും ഉണ്ട്, ഇൻസ്റ്റയിലും ഉണ്ട്. മ്യൂറൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വാൾ എന്നാണ്, അതായത് ചുവർ ചിത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ
ചിത്രം വരയ്ക്കാനായിട്ട് ഏകദേശം അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫ്രെയിം കിട്ടുകയാണെങ്കിൽ അത് എത്ര ദിവസം കൊണ്ടാണ് വരച്ച് തീർക്കാൻ പറ്റുക? അത് സൈസ് അനുസരിച്ചിരിക്കും. ഇപ്പോൾ ഒരേ ചിത്രം തന്നെ നമ്മൾ പല സൈസിൽ ഡയമെൻഷൻ പലതാവും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അനന്തശയനം ഒരു ഓർഡർ വന്നത് അത് 6x3 ഫീറ്റ് ആയിരുന്നു. അത് നമ്മൾ വരച്ച് തീർക്കാൻ ഏകദേശം ഒരു 2.5 മാസം എടുത്തു തീർക്കാനായിട്ട്. ആണല്ലേ? ഓക്കെ. അതിൽ കൂടുതലായിട്ടും അത് ഈ പറയുന്നത് ഞാൻ കണ്ടിന്യൂസ്ലി അതിലല്ല, ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ വരയ്ക്കുന്നതാണ്. അപ്പം അതിൻ്റെ ഒരു ഡിലേയും ആവാം. പക്ഷെ എനിക്ക് പേഴ്സണലി 2.5 മാസം എടുത്തു തീർക്കാനായിട്ട്. അപ്പോൾ ഇതിൽ ചേർക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് അല്ലെ ഉപയോഗിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് അക്രിലിക് പെയിന്റ് അല്ലേ? ഞാൻ ഉപയോഗിക്കുന്നത് അക്രിലിക് ആണ്. ശരിക്കും നാച്ചുറൽ കളേഴ്സ് ഇപ്പം അമ്പലങ്ങളിലൊക്കെ ചുവർച്ചിത്രം വരയ്ക്കുന്ന ഒരുപാട് മ്യൂറൽ ആർട്ടിസ്റ്റ് ഇപ്പം നമ്മുടെ താങ്ക്സ് ടു ഫേസ്ബുക്ക് ഗ്രൂപ്പ്സ് അപ്പം അങ്ങനെ ഒരുപാട് പേരെ പരിചയപ്പെടാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓതൻറ്റിക്കലി പറഞ്ഞു തരും. അപ്പോൾ അവർ ചെയ്യുന്നത് ഇങ്ങനെ കളർ നാച്ചുറൽ കളേഴ്സ് വെച്ചിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. ഞാൻ ഉപയോഗിക്കുന്നത് അക്രിലിക് ആണ്. ക്യാൻവാസിനകത്ത് അക്രിലിക് പെയിൻറ്റ്സ് വെച്ചിട്ടാണ് ഞാൻ. ഇത് എത്ര നാൾ ഈ പെയിൻറ്റിങ് ലാസ്റ്റ് ചെയ്യും? അത് എനിക്ക് തോന്നുന്നു അത് കുറച്ച് വർഷങ്ങൾ ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഇപ്പോൾ അത് നമ്മൾ പ്രോപ്പർലി മെയിൻറ്റെയിൻ ഇപ്പം ഫ്രെയിം ചെയ്യുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗ്ലാസ് ഇട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്കത് നീണ്ടു നിൽക്കുന്ന ഒരു ഇതാണ്. അതെ അതെ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇവിടെ കരമന തളിയിലാണ് വീടെന്ന് പറഞ്ഞത്. അപ്പം ഈ വീട്ടിലാണ് ഞാൻ ഏകദേശം 6ാം ക്ലാസ് തൊട്ട് കല്യാണം കഴിയുന്നവരെയും താമസിച്ചിരുന്നത്. 8 വർഷം മുമ്പേ രമ്യയുടെ അച്ഛൻ ഈ സ്ഥലം വീടും ഒക്കെ ആയിട്ട് വാങ്ങിച്ചു. അപ്പം തിരിച്ച് ആ വീട്ടിലേക്ക് വന്ന സന്തോഷത്തിലാണ്. ശരിക്കും പറഞ്ഞ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വേറെ ഏതോ ഒരു തലത്തിൽ പോയി. അപ്പം ഇതിനടുത്തായിട്ട് ശിവൻകോവിലുണ്ട്, തളിയിൽ ശിവക്ഷേത്രമുണ്ട്. അപ്പം രമ്യ എനിക്ക് തോന്നുന്നു ശിവഭഗവാന്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഏത് ചിത്രമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഞാൻ വരച്ചിട്ടുള്ളത് അർദ്ധനാരീശ്വരനാണ് ഇതുവരെ വരച്ചിട്ടുള്ളത്. ഇനിയൊരു പ്ലാനിലുള്ളത് ഒരു ശിവകുടുംബം വരയ്ക്കണം എന്നുണ്ട്. അർദ്ധനാരീശ്വരൻ ഇപ്പോൾ വരച്ചു. അതെ, വളരെ മനോഹരമായിട്ടാണ് വരച്ചിരിക്കുന്നത്. നമുക്കൊന്ന് കാണാം. ഇതാണ് നേരത്തെ പറഞ്ഞ അർദ്ധനാരീശ്വര രൂപം അല്ലേ? ഇതിന് പ്രത്യേകത എന്താ രമ്യ? അർദ്ധനാരീശ്വരൻ എന്ന് പറയുമ്പം നമ്മൾ ശിവനും പാർവതിയും അങ്ങനെ ഒരു ഇതാണ്. പിന്നെ ഈ ഒരു പെയിൻറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 month എടുത്തു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അലോങ് വിത്ത് വർക്ക്. പിന്നെ കളർ കോമ്പിനേഷൻ ഇപ്പോൾ നമ്മൾ ശിവനാണെങ്കിൽ ഒരു ബ്ലൂ ടിൻറ്റും പാർവതി ആണെന്നുണ്ടെങ്കിൽ ഒരു യെല്ലോയിഷ് ടിൻറ്റ് അതാണ്. പിന്നെ നമ്മൾ ഈ മുഖം ഈ ഔട്ട്ലൈനെ പറ്റിയൊക്കെ നമ്മൾ കൊടുക്കുന്നതിനൊക്കെ പ്രത്യേകതയുണ്ടോ? ഇങ്ങനെ ബ്ലാക്ക് കൊടുക്കണം, റെഡ് കൊടുക്കണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും? അത് നമ്മൾ വരയ്ക്കുന്നതിൽ തന്നെ നമ്മൾ ആദ്യം നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് റെഡ് ഒരു മാർജിനാണ് കൊടുക്കേണ്ടത്, ഒരു നമ്മൾ വരച്ചെടുക്കുന്നത്. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ഓരോരോ കളേഴ്സ് ഫില്ല് ചെയ്തിട്ട് ലാസ്റ്റ് എല്ലാ കളേഴ്സും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലാക്ക് ഒരു ലൈൻ കൊടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, ലാസ്റ്റാണ് ഈ ബ്ലാക്ക് ലൈൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോഴാണ് പെർഫെക്ഷൻ വരുന്നത് അല്ലേ? പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഇപ്പം ശരിയായില്ല അല്ലെങ്കിൽ ചെയ്ത കളർ മാറിപ്പോയി അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കളർ വന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയൊന്ന് കറക്റ്റ് ചെയ്യുക? ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റുകയാണെങ്കിൽ നമുക്കത് വൈറ്റ് വെച്ചിട്ട് ഇറേസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യാം. അല്ലാതെ നമുക്ക് കറക്റ്റ് ഒരു കോമ്പിനേഷൻ കിട്ടുന്നില്ല എന്നാൽ നമ്മൾ ഒരു സ്ട്രോക്ക് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം പിന്നെ നമുക്ക് കൂടുതൽ കളർ മിക്സ് ചെയ്യുന്ന രീതിയിൽ ഏത് കളറിലോട്ടാണോ നമുക്ക് കൂടുതൽ പോകേണ്ടത് അപ്പം വേണ്ടുന്ന കളർ മിക്സ് ചെയ്യുമ്പോൾ ഒരു ടെക്സ്ചർ കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യും. അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് റെഡ് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡ്സ് ആണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആ ഒരു സ്കെച്ച്, അതായത് നമ്മൾ ആദ്യം പടം വരയ്ക്കുന്നത് ഒരു റെഡിൽ വരച്ചു കഴിഞ്ഞിട്ട് പിന്നെ ആ റെഡ് ഒരു ആ ഒരു ഫ്രെയിം വർക്കിലാണ് നമ്മൾ ഓരോരോ കളേഴ്സും ഫില്ല് ചെയ്യുന്നത്. അതെ, ഇതിപ്പോൾ നമ്മൾ കൂടുതൽ ഈ മുഖം വരയ്ക്കാനാണ് ഏറ്റവും ഒരു പാടും രസവും എന്ന് പറയും. കാരണം നമ്മൾ മുഖം നന്നായി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷമാണ്. പ്രധാനമായിട്ടും എനിക്കൊന്ന് കണ്ണാണ്, കണ്ണിനൊരു ജീവൻ വേണം, അതിന് ഡിവിനിറ്റി വേണം അല്ലേ? അതാണ് ആ പടത്തിനൊരു ഭംഗി കൊടുക്കുന്നത്. അടുത്തതൊരു മനോഹരമായ മഹാഗണപതിയുടെ ചിത്രമാണ്. ഇത് ഏകദേശം എത്ര ദിവസം എടുത്തു കാണും? ഇത് ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് വരച്ച ആദ്യ ചിത്രങ്ങളിൽ ഒന്നാണ്. ഇത് ഏകദേശം ഒരു 1.5 മാസം എടുത്തെന്ന് തോന്നും. പക്ഷേ ഞാൻ വരയ്ക്കുന്നത് ഈ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റാറില്ല. ജോലി ഒന്ന് ഫ്രീ ആവുന്ന സമയത്താണ് ഇതിലോട്ട് കയറുന്നത്. ഒരു 1.5 മാസം എടുത്തു. കണ്ടോ, ഈ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിനും ഇതുപോലെയൊക്കെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുവാനും ഇതിനൊക്കെ സമയം കണ്ടെത്തുവാനും പറ്റുന്നതെന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. അപ്പം ഇതുപോലെ മറ്റു പലർക്കും താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് വന്ന് ഇതൊക്കെ ചെയ്യാവുന്നതാണല്ലേ? നമ്മളെ എൻ്റെ അടുത്ത് ഈ
നമുക്ക് കൊളീഗ്സും അല്ലാതെ ഇപ്പം കോളേജിലൊക്കെ പഠിച്ച കുട്ടികളെല്ലാവരും ഇങ്ങനെ വന്ന് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണ് വരച്ചത്. അപ്പോൾ അവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവുന്നു എന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അവരിങ്ങനെ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, അവർക്കും ആഗ്രഹമുണ്ട് ഏത് രീതിയിലാണ്. അപ്പം അതൊക്കെ നമ്മളിപ്പം താല്പര്യമുള്ള ഒരാൾക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിനും പറ്റി സന്തോഷം. രമ്യയുടെ അച്ഛൻ ആയുർവേദ ഡോക്ടറാണ്. അച്ഛനും അമ്മയുണ്ട്, 2 മക്കൾ ബോയ്സാണ്. 4.5 വയസ്സല്ലേ, ട്വിൻസാണ്. അവർ ഭയങ്കര ചട്ടമ്പികളാണ്. ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട്, ലോക്ക്ഡൗൺ അല്ല പക്ഷേ ഈ ഒരു കോവിഡ് കാലത്ത് അവർ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓടിക്കളിച്ച് നടന്ന്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത് ഇങ്ങനെ അയ്യോ കുട്ടികളെയും ജോലിയും ഇതും എല്ലാം കൂടെ എങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഒരു ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത് കുട്ടികളാണ്. ഞാനൊന്ന് വെറുതെ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ തന്നെ അമ്മ എഴുന്നേക്കമ്മ, വരയ്ക്കമ്മ, എന്തമ്മ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതും വലിയൊരു മഹാഭാഗ്യമാണ്. ഹസ്ബൻഡും എല്ലാ വീട്ടുകാരും എൻ്റെ വീട്ടുകാരും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. മക്കളുടെ പേരെങ്ങനെയാണ്? മഹേശ്വർ, ശ്രീവർദ്ധൻ, വീട്ടിൽ മഹി വിധു എന്ന് വിളിക്കും. ഓരോരോ ചിത്രങ്ങളായിട്ട് കാണിക്കുകയാണ്. ഇതേതാ ചിത്രം? ഇത് പീകോക്ക് മ്യൂറലാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് മ്യൂറൽ പെയിൻറ്റിങ്. ലോക്ക്ഡൗൺ സമയത്ത് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ലോക്ക്ഡൗൺ ആദ്യത്തെ ആഴ്ചകളിൽ ഇങ്ങനെ മ്യൂറൽ പെയിൻറ്റിങ് വരയ്ക്കണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ മൂത്ത് നിന്ന സമയത്ത് വരച്ച ആദ്യത്തെ പെയിൻറ്റിംഗ് ആണ്. സോ ദിസ് ഇസ് സോ സ്പെഷ്യൽ ടു മീ. പിന്നെ അതേ ഈ കാണുന്ന ചിത്രം, അതെ ഇത് മ്യൂറൽ അല്ല, ഇതൊരു ഡെസ്ക്ടോപ്പ്. ഇപ്പം ഞാൻ വർത്തിക ക്രിയേഷൻസിൽ മ്യൂറൽ മാത്രമല്ല പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു പോർട്രേറ്റ് പെയിൻറ്റിങ് കിട്ടി, US നിന്ന് ഒരു ഓർഡർ കിട്ടി. അത് പോർട്രേറ്റ് ആണ്, പക്കാ സ്വാതന്ത്ര്യം പോർട്രേറ്റ് വരച്ചു കൊടുക്കാനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ ജോണേഴ്സും ട്രൈ ഔട്ട് ചെയ്യുന്നത്. അത് എങ്ങനെ വരും എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഡെസ്ക്ടോപ്പ് പെയിൻറ്റിംഗ് ആണ്, നമ്മൾ ഓഫീസ് ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ. ഇതിൻ്റെ കുറച്ച് പെയിൻറ്റിങ്സ് പോയി, ഐ മീൻ ഇതല്ല, അതിൻ്റെ വേറെ വേറെ ഡിഫറെൻറ്റ് വേരിയേഷൻസ്. ഇതിപ്പം തൽക്കാലം ഉള്ളൊരു ഡെസ്ക്ടോപ്പ് പെയിൻറ്റിംഗ് ആണ്. ഈ ചിത്രം എന്ന് പറയുന്നത് ശ്രീരാമ പട്ടാഭിഷേകമാണല്ലേ? അപ്പം ഇതിൻ്റെ ആ ഒരു ലെങ്ത് അല്ലെങ്കിൽ എത്ര സ്ക്വയർ ഫീറ്റ് വരും ഇത്? ഇതെനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഏകദേശം എനിക്കൊന്ന് 30 ഇഞ്ച് by 18 അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതും ശരിക്കും ഓർഡർ അല്ല, എനിക്ക് വരച്ച് ഇഷ്ടപ്പെട്ട് അങ്ങനെ വരച്ചതാണ്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. വെച്ചാൽ എല്ലാവരും ഉണ്ട്, ശ്രീരാമൻ്റെ കൂടെ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നും എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അതിനൊരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ചിത്രത്തിന്. അപ്പം ഇത് ക്യാൻവാസിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഫ്രെയിം ചെയ്യണം എന്നുള്ളവർ ഇത് വാങ്ങിക്കുക, ഫ്രെയിം ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അല്ലേ? അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതെ, ഞാൻ അങ്ങനെ ചെയ്യാറ്. കാരണം നമ്മൾ ഫ്രെയിം ചെയ്ത് ഇപ്പം ഫസ്റ്റ് ഒരു ഡിഫിക്കൽട്ടി, ഒരു കമ്മ്യൂട്ടേഷൻ പ്രോബ്ലം ഉണ്ടാവും. ഇപ്പം ഡെലിവറി ചെയ്യുമ്പോഴത്തേലും എന്തെങ്കിലും ഒരു തട്ടലോ മുട്ടലോ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നം ഉണ്ടാവും. പിന്നെ ക്വാളിറ്റി നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെയിൻറ്റിങ് മാത്രമാണ് കൊടുക്കുന്നത്, ഫ്രെയിമിങ് അവർ ചെയ്യണം, അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. കൃഷ്ണൻ്റെയും രാധയുടെയും ഒരു അതിമനോഹരമായ മ്യൂറൽ പെയിൻറ്റിംഗ് ആണ്. ഇതിൽ എങ്ങനെയാണ് ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ്? അതെ, ഇതിപ്പം ഒരു ഫുൾ ലെങ്ത് ഇല്ല, ഹാഫ് ദ ലെങ്ത് ഒരു കൃഷ്ണനും രാധയുടെയും ആണ്. ഇത് ഇപ്പം എനിക്ക് ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് അപ്പം അത് നമുക്കൊരു റെഫറൻസ് പിക്ചർ കിട്ടും, അത് വെച്ചിട്ടാണ് ചെയ്തത്. ഇതിൽ ബോർഡേഴ്സ് ഇപ്പം ഞാൻ കൊടുത്തു. ഇപ്പോൾ ചിലർക്ക് ബോർഡേഴ്സ് ഇഷ്ടമായിരിക്കും, അപ്പോൾ അങ്ങനെ ബോർഡേഴ്സ് വെച്ച് കൊടുക്കും. ചിലർ പറയും വേണ്ട, ചിത്രം മാത്രം മതി. അപ്പോൾ അവരതനുസരിച്ച് ഫ്രെയിം കുറച്ച് ഗോഡിയാക്കും, അപ്പോൾ ബോർഡർ ഇല്ലാതെയും ചെയ്യും. ചിലർ ഫ്രെയിം വളരെ സിമ്പിളായിട്ട് എടുക്കുന്നവർക്ക് ഇങ്ങനെ ബോർഡേഴ്സ് കൂടെ വെച്ച് പ്രിഫർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ബോർഡറും കൂടെ വെച്ചിട്ടുള്ളൊരു ചിത്രമാണ്. അതെ, രമ്യ അതിമനോഹരമായി ചെയ്തിരിക്കുന്ന കുറച്ച് ചിത്രങ്ങൾ നമ്മൾ കണ്ടു. ഇനി ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളെ പറ്റി നമുക്ക് ചോദിക്കാം. ഏതൊക്കെയാണ് ചെയ്യുന്നത്? ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ത്രിപുര സുന്ദരിയുടെ ഒരു വർക്ക് കൂടെ വന്നിട്ടുണ്ട്. അത് മറ്റത് കണ്ടിഷ്ടപ്പെട്ട് വന്നതാണ്. അതുപോലെ തന്നെ അനന്തശയനത്തിൻ്റെ ഒരു വർക്ക് കൂടെ കിട്ടി. സെയിം സംഭവം ഒന്നുകൂടെ റീഡ്രോ ചെയ്യണം. പിന്നെ അല്ലാണ്ട് പുതിയതായിട്ട് വന്നിട്ടുള്ളത് ഈ കർണാട്ടിക് ത്രിമൂർത്തി, അത് വന്നു. പിന്നെ കേരളീയം എന്നിട്ട് നമ്മുടെ എല്ലാ ആർട്ട് ഫോംസ് എല്ലാം കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒരു കേരളീയം മ്യൂറൽ പെയിൻറ്റിങ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് വർക്കുകളുണ്ട്. വിഷു ഒക്കെ വരികയല്ലേ, അപ്പം അല്ലേ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചിത്രങ്ങളും കൂടെ ഒക്കെ ചെയ്യാൻ കിട്ടട്ടെ. ഇനി ഇതൊക്കെ ചെയ്തേ ഇനിയിപ്പം നമ്മൾ സോഫ്റ്റ്വെയർ ഫീൽഡ് വിട്ടിട്ട് ഇതിലോട്ട് വരുമോ? ഇതുവരെ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല, ഇതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ തന്നെയാണ്. പിന്നെ ഒരു പ്ലാൻ ഉള്ളത് ഈ നമ്മൾ ക്ലോത്തിലും ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുർത്തയിലൊക്കെ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതെ, കുർത്തയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് കുറച്ചുകൂടെ ഒന്നുകൂടെ ഒക്കെ അത് കുറച്ചൊരു കോമൺ ഓഡിയൻസ്. ഇപ്പം മ്യൂറൽ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത് അങ്ങനെ
എല്ലാവരും ചിലർക്ക് ഇഷ്ടമാണെങ്കിൽ പോലും ചിലർ വാങ്ങിച്ചു വെക്കാൻ സ്പേസ് കൺസ്ട്രെയിൻസും എല്ലാം കൊണ്ട്. പക്ഷെ നമ്മുടെ ഒരു വെയറബിൾ ആർട്ട് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതായിരിക്കും. സാരിയിൽ, കുർത്തയിൽ, കുട്ടികളുടെ അല്ലേ ഉടുപ്പുകളിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുത്താൽ അത് ഭയങ്കര ഒരു ഗ്രാൻഡ് ഫീലാണ്, ഒരു റോയൽ ഫീലാണ്. അതാണ് അല്ലേ? അതെ അതെ, അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നു. പക്ഷെ അത് പ്ലാനിങ്ങിൽ നിൽക്കുകയാണ്. അപ്പം ഫേസ്ബുക്ക് പേജ് പിന്നെ ഇൻസ്റ്റാഗ്രാം ID എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും. അപ്പം ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക അല്ലേ? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.